എന്റെ ഹൃദയം തകർന്നു കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അമിതമായിട്ടുള്ള ഉപയോഗം കാരണം ടെറസിന്റെ മുകളിൽ നിന്ന് ചാടി പുള്ളി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പുള്ളിനെ കൂടാതെ വേറെ 2 ഫോൺ ഞാൻ പുതിയതെടുത്തെങ്കിലും പുള്ളി 8 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിനെ എനിക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം. ഈ ഫോൺ ഞാൻ ഇത്ര കാര്യമായിട്ട് കൊണ്ടുനടക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. പണ്ട് 6000-5000 രൂപയ്ക്കൊക്കെ ആയിരുന്നു മാക്സിമം ഞാൻ ഫോൺ മേടിച്ചോണ്ടിരുന്നത്. 8 വർഷം മുമ്പ് ഞാൻ ഈ ഫോൺ എടുക്കുന്ന സമയത്ത് ഇതിന്റെ വില 22,000 രൂപയാണ്. 22,000 രൂപയ്ക്ക് ഫോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് വലിയൊരു ലക്ഷറി ആയിരുന്നു. ഞാൻ താഴത്തും തലയിലും വെക്കാതെ കൊണ്ടു നടന്നതാണേ. ഞാൻ മൊബൈൽ ഷോപ്പിൽ എന്റെ ഫോൺ നന്നാക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ ധൻഷേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോണ്ട, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനും വരാന്ന്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ പുള്ളിക്ക് എന്നോട് ഭയങ്കര കെയറിങ് സ്നേഹാന്ന്. അതൊന്നുമല്ല, മൊബൈൽ ഷോപ്പുകാരൻ എന്നെ പറ്റിക്കുന്നു പറഞ്ഞിട്ടാണേ. അങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് പണിക്കാർക്ക് പൈസ കൊടുക്കേണ്ട ദിവസമാണെന്ന് ഞാൻ ഓർക്കണേ. അങ്ങനെ ബാങ്കിൽ കയറി കുറച്ച് പൈസ എടുത്തേ നേരെ മൊബൈൽ ഷോപ്പിലേക്ക് വിട്ടേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ആ ഫോണുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ ധൻഷേട്ടനെ ഞാൻ എന്റെ ഫോണിന് കാവല് നിർത്തിയേ. അവരവിടെ വിൽക്കാൻ വെച്ചിരുന്ന മിനി ഫാൻ എടുത്ത് ഞാനിവിടെ കാറ്റുകൊണ്ട് കളിക്കുവാണേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാറ്റുകൊണ്ട് രസിച്ചിരിക്കുമ്പോഴായിരുന്നു അവിടുന്ന് ഫോൺ ശരിയാക്കി കിട്ടി നമുക്ക് പോവാന്ന് പറഞ്ഞ് ധൻഷേട്ടൻ പറയണേ. ഒക്കെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കുവാ. 30 മിനിറ്റ് കഴിയുമ്പോൾ അഴിക്കാന്നൊക്കെയാ പറയുന്നത്. 2 സൈഡ് ശരിയായിട്ടുണ്ടേ. മൊബൈൽ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല ബിരിയാണിയുടെ മണം. തിരുവോണത്തിന് വരെ ബിരിയാണി കഴിക്കണേ. എനിക്ക് ബിരിയാണിയുടെ മണം റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ബിരിയാണി കഴിച്ചു. പിന്നെ ഞങ്ങൾ അജ്ഫാനി കയറി കുറച്ച് നട്ട്സ് ഒക്കെ മേടിച്ച് നേരെ വീട്ടിൽ പോയേ.